ഇന്ന് ജോലി കഴിഞ്ഞിട്ട് പതിവ് പോലെയല്ല ട്ടാ. നമുക്കിന്ന് ഒത്തിരി സാധനങ്ങൾ അടുപ്പിക്കാനുണ്ട്. കാരണം നാളെ നമ്മുടെ ആ സ്പെഷ്യൽ ഡേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ശ്രുതിൻ്റെ വളകാപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളകാപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കണ്ണൻ എനിക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ദേ ജോലി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം വന്ന് ഒരു പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളും പിന്നെ കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണമായിരുന്നു. അപ്പോൾ പൂ മേടിക്കാൻ ചെന്ന കടയിലൊക്കെ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി ട്ടാ. അപ്പോൾ ഇനി വേണം ഓർത്തോർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഇതേ നമുക്കൊരു മാർക്കർ പെൻ വാങ്ങിക്കണം. ആ കടയിൽ വന്നപ്പോൾ മാർക്കർ പെൻ കിട്ടി. അങ്ങനെ ഒരേ കടകളിൽ കയറി എല്ലായിടത്തും അധികം സമയം ലാഗടിക്കാതെ നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ദേ ഞാൻ നേരെ ഇപ്പം ദേ നമ്മുടെ നമ്പൂരിശനാലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോൾ വീട്ടിലാണെങ്കിൽ ദേ നമ്മുടെ ചെക്കന്മാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിക്കൊണ്ട് നേതൃത്വം വഹിച്ചുകൊണ്ട് ദേ കണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട്. നേതൃത്വം മാത്രമല്ല കേട്ടോ, ഇന്ന് മൊത്തത്തിൽ ഓടിയ ആളാകെ അവശതയായിട്ടുണ്ട് കേട്ടോ. കണ്ണൻ അങ്ങനെ അവശതയായിട്ട് നിൽക്കണ കാണുമ്പോൾ എനിക്കങ്ങനെ വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ ഒത്തിരി അവശനാക്കാനായിട്ട് ഞാൻ ഒരു അവസരം കൊടുക്കാറില്ല. എപ്പോഴും ഞാനും അവൻ്റെ എല്ലാ പണിയിലും കൂടെ ഇടപെടാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെള്ളിയും വന്ന് വീഴുന്നുണ്ട്. ദേ ആൾക്കാരുടെ എണ്ണമൊക്കെ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്കിനി ഈ ഇല വെക്കുന്നതും ആ സ്റ്റേജ് ഡെക്കറേഷനും നമുക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയൊക്കെ സെറ്റാക്കണമെന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരാലോചിക്കണേ വർത്താനമൊക്കെ കേട്ട് ഞാനും ശ്രുതിയും സുധുവൊക്കെ ഇരിപ്പുണ്ട്. സുധുവൊക്കെ നല്ല പണിയിലായിരുന്നു കേട്ടോ ഇത്രയും നേരം. അത് കഴിഞ്ഞ് ഇതേ നമ്മൾ അവരവിടെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാവരോടും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചോളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ശ്രുതിയും കൂടി വേഗം തന്നെ തിരിച്ച് ചോറൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോ കാണാം.